ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഇവരിപ്പോൾ അനുഭവിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. അതിൻ്റെ നാഡീ ഞരമ്പുകൾ ഇന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആ നാഡീ ഞരമ്പുകൾ ഇവരാൽ തളർത്തപ്പെട്ടിരിക്കുകയാണ്. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് അവരെല്ലാം ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഇവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയായി സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ഇങ്ങനെ വെട്ടിമുറിച്ച് മാറ്റപ്പെടുകയാണ്. അതിനകത്ത് അല്പമെങ്കിലും ബോധം വരുന്നവൻ പ്രതികരിക്കും ആ സമയത്ത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി വിഭാഗം ഉണ്ട്. ആ ഉമ്മൻചാണ്ടി വിഭാഗം ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള പേടിയാണ് ചാണ്ടി ഉമ്മനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം പിതാവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ തന്നെ അവനിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതിൻ്റെ വികാരം എന്താണ്? അത് കൊടുത്ത മെസ്സേജാണ്. നിങ്ങൾ ഇനി എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഞങ്ങളോട് പോരെ, ഇല്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി. ആ മെസ്സേജാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ വേരുകൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. ആ കേരളത്തിൻ്റെ മണ്ണിലുള്ള വേര് പ്രതികരണശേഷിയുള്ളവർ ഒട്ടനേകമുണ്ട്. അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ജയസഖലിൻ്റെ തല മാറാതെ നോക്കിയാൽ കൊള്ളാം. ആവശ്യപ്പെടുന്നവൻ്റെ തല വെട്ടുക എന്നുള്ളതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ജയസഖല് അത് ശക്തമായി ആവശ്യപ്പെട്ടാൽ, ജയസഖൽ ഇതുപോലെ പത്രസമ്മേളനം നടത്തിയാൽ ജയസഖലിനും പുറത്തേക്ക് പോവാം. അവർ പുറത്തേക്ക് വഴിയൊരുക്കും. അതിലൊരു സംശയം വേണ്ട. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയസഖലും ഈ നേതാക്കളെല്ലാം കണ്ടല്ലോ. കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും ഒക്കെ കണ്ടല്ലോ. പക്ഷേ എങ്കിലും അവർക്കറിയാം എ ഗ്രൂപ്പുകാർ എന്നും എ ഗ്രൂപ്പുകാരാണ്. അതുകൊണ്ട് അവരെ ആരെയും അംഗീകരിക്കാൻ തയ്യാറില്ല. ഇതെവിടെയെങ്കിലും ഒരിടത്ത് എ ഗ്രൂപ്പ് സംഘടിക്കുമോ എന്നുള്ള ഒരു പേടി, ഭയം ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയിലൂടെയാണ് പലരും ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ്. ഇത് സംഘടിപ്പിക്കാൻ ആർജവമുള്ള ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് കെ.സി. വേണുഗോപാൽ പോലും വാതുറക്കില്ലായിരുന്നു. നിങ്ങളത് മനസ്സിലാകണം. അത്രയും വലിയ ശക്തി ഇന്ന് കേരളത്തിൽ എ ഗ്രൂപ്പിൻ്റെ നിർജീവമായി കിടക്കുന്ന സംവിധാനങ്ങൾക്കുണ്ട്. ഇവർക്ക് ഒരാളെ വെക്കണമെങ്കിൽ ഒരു തീരുമാനമുണ്ട്, ഒരു നിയമം കൊണ്ടുവരും. ഒരാളെ ഒഴിവാക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ച ഒരു വഴിയാണ്. ആ ഒഴിവാക്കാൻ വേണ്ടി ഒരു ടീം അത് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് കണ്ടുപിടിക്കുന്നവരുടെ ഒരു മാനസികമായ നില മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചവർ, ഇത് ഒരു ന്യൂനതയായി കണ്ടുപിടിച്ചവർ നാളുകളിൽ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അവർ കണ്ടുപിടിക്കുന്ന ന്യൂനത ഇതാണ്. അവരെന്നെ കാണുന്ന കണ്ണിതാണ്. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ, നിങ്ങൾക്കറിയോ, ഞാൻ DCC ഓഫീസിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ DCC പ്രസിഡന്റിനെയോ DCC ഭാരവാഹികളെ അല്ല. അവിടെ ഒരു ചേച്ചി അവിടെ തൂക്കാനും അതിനുമൊക്കെ വരും. ഞാൻ രാവിലെ ചെല്ലുമ്പോൾ അവരെനിക്ക് കട്ടൻ ചായ ഇട്ട് തരും. ആ ചേച്ചിയാണ് എനിക്കിഷ്ടം. DCC ഓഫീസിലെ ഭാരവാഹികളോ DCC പ്രസിഡന്റോ നേതാക്കളോ അല്ല. ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കുന്ന വില, ബഹുമാനം, ആദരവ്, അവരവിടെ വൃത്തിയാക്കാൻ വരുന്നവരാണെങ്കിലും അവർക്കറിയാം ഇതിനകത്ത് കഷ്ടപ്പെടുന്നതാര്, ഇതിനകത്ത് ജോലി ചെയ്യുന്നതാര്. അവരെന്നെ മോനെന്ന് വിളിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. അവരെനിക്ക് കട്ടൻ ചായ ഇട്ടുകൊണ്ട് തന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ DCC പോകുമ്പോൾ അറിയാം, ഒരു പൊക്കം കുറഞ്ഞൊരു ചേച്ചിയുണ്ട്. അതുപോലെ KPC പോകുമ്പോഴും 1-2 ചേട്ടന്മാരവിടെ ഉണ്ട്.
അപ്പോൾ ഈ സാഹചര്യമാണ് ഇതിനകത്ത് ഉള്ളത്.